കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി ചൈനയ്ക്ക് അമേരിക്കയിലേക്ക് സാധനങ്ങളും ഉൽപ്പന്നങ്ങളും അയക്കുന്നതിനായി കാനഡയെ ഒരു ഡ്രോപ്പ് ഓഫ് പോർട്ട് ആക്കുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അദ്ദേഹം വളരെ തെറ്റിദ്ധരിക്കപ്പെടുന്നു എന്ന് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ മിസ്റ്റർ ട്രംപ് പറഞ്ഞു. അമേരിക്കയുടെ വടക്കൻ അയൽക്കാരൻ കാനഡ ചൈനയുമായുള്ള വ്യാപാര കരാറുമായി മുന്നോട്ടു പോയാൽ അവിടെ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് 100% തീരുവ ചുമത്തുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തി. മിനിയാപോളിസിൽ ഫെഡറൽ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ വെടിവെച്ച 51 വയസ്സുള്ള ഒരാൾ മരിച്ചുവെന്ന് അസോസിയേറ്റഡ് പ്രസ് നേടിയ ആശുപത്രി രേഖകൾ വ്യക്തമാക്കുന്നു. ട്രംപ് ഭരണകൂടത്തിന്റെ കുടിയേറ്റ നിയന്ത്രണങ്ങൾക്കിടെയാണ് ആ വ്യക്തിക്ക് വെടിയേറ്റതെന്ന് ഗവർണർ ടിം വാൾസ് പറഞ്ഞു. ജനാധിപത്യത്തിന്റെ അടിത്തറയായി ശുദ്ധമായ വോട്ടർ പട്ടികയെ വിശേഷിപ്പിച്ചുകൊണ്ട് ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെ വോട്ടർ പട്ടികകളുടെ പ്രത്യേക തീവ്രമായ പരിഷ്കരണം ഉടൻ ആരംഭിക്കുമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ പറഞ്ഞു. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ദേശീയ വോട്ടർ ദിനമായും ആഘോഷിക്കുന്ന 12 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നിലവിൽ പരിഷ്കരണ പ്രക്രിയ സുഗമമായി നടക്കുന്നുണ്ടെന്ന് ശ്രീ കുമാർ പറഞ്ഞു. മണിപ്പൂരിലെ ചുരാചന്ദ്പൂരിൽ 29 വയസ്സുള്ള ഒരാളെ കൊലപ്പെടുത്തിയതിന്റെ വൈറൽ വീഡിയോ പൊതുക്രമസമാധാനത്തെ തടസ്സപ്പെടുത്താൻ സാധ്യതയുള്ളതിനാൽ നീക്കം ചെയ്യാൻ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അഭ്യർത്ഥനയുടെ അടിസ്ഥാനത്തിൽ യൂട്യൂബ്, മെറ്റ, ഗൂഗിൾ തുടങ്ങിയ സോഷ്യൽ മീഡിയ ഇടനിലക്കാരോട് നിർദ്ദേശിച്ചു. MHAയുടെ നോഡൽ ഓഫീസറിൽ നിന്ന് അഭ്യർത്ഥന ലഭിച്ചതിനെ തുടർന്ന് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം ബ്ലോക്ക് ചെയ്യാനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചു.